കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ ഗുരുവായൂർ പീതാംബരനെ മദപ്പാടിനോടടുത്ത സമയത്താണ് എഴുന്നള്ളിപ്പിനെത്തിച്ചതെന്ന് റിപ്പോർട്ട്. പീതാംബരന്റെ രക്തരാസ പരിശോധനാ ഫലത്തിലാണ് കണ്ടെത്തൽ. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി. 3 പേരാണ് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞതിനോട് ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അതിന് പിന്നാലെ ഗുരുവായൂർ പീതാംബരനെയും ഗുരുവായൂർ ഗോകുലിനെയും കോഴിക്കോട് ജില്ലയിൽ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയടക്കം ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ വലിയ അന്വേഷണത്തിലേക്ക് വനം വകുപ്പും കടക്കുകയും ചെയ്തിരുന്നു. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ് ഗുരുവായൂർ പീതാംബരനെ മദപ്പാടിനോടടുത്ത സമയത്താണ് എഴുന്നള്ളിപ്പിനെത്തിച്ചത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം വെടിക്കെട്ടുണ്ടായ ഉടനെ തന്നെ പീതാംബരൻ ഭയന്നത്. വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് ഗോകുലിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് അടക്കമെത്തിയത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, മദപ്പാടിനോട് ചേർന്ന സമയത്ത് എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകരുത് എന്ന ചട്ടമുണ്ട്. അപ്പോൾ ആ ചട്ടം ലംഘിച്ചു എന്നാണോ ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്? ദിവ്യ, നേരത്തെ തന്നെ വനം വകുപ്പിനും ഒപ്പം തന്നെ അധികൃതർക്കും എല്ലാം തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. പീതാംബരൻ ഈ രീതിയിൽ മറ്റൊരു ആനയെ കുത്തണമെങ്കിൽ അടുത്ത സമയമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് രക്തം രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നത്. അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്, ഒരു പുരുഷ ഹോർമോണാണ്. ആ ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ഈ മദപ്പാടിനോട് അടുക്കുന്ന സമയമാണെങ്കിൽ ആനകളിൽ ഈ ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. 1.84 മുതൽ 5.35 വരെയാണ് അതിന്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ 15 മുകളിൽ ഈ ഹോർമോണിന്റെ അളവ് പോവുകയാണെങ്കിൽ, പരിശോധനയിൽ പോവുകയാണെങ്കിൽ അത് മദപ്പാടിനോട് അടുത്ത സമയമാണ് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രക്തപരിശോധനാ ഫലം ലഭിച്ചപ്പോൾ 15 മുകളിലാണ് പീതാംബരന്റെ ഈ ഹോർമോണിന്റെ വേരിയേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ മദപ്പാടിനോട് അനുബന്ധിച്ചുള്ള സമയമാണ് എന്നുള്ള നിഗമനത്തിലാണ് വനം വകുപ്പ് ഉള്ളത്. അതിൽ കൃത്യമായി, അതായത് ഈ ആനകളെ ഇത്തരത്തിൽ മദപ്പാടിനോട് അനുബന്ധിച്ച സമയമാണോ എന്നതുൾപ്പെടെയുള്ളത് ഈ രക്തപരിശോധന ഉൾപ്പെടെ നടത്തി വേണം ഓരോ ആനയുടെ ഉടമയും എഴുന്നള്ളിപ്പിനെത്തിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനയാണ് ഗുരുവായൂർ പീതാംബരൻ. അപ്പോൾ ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ വനം വകുപ്പിനുള്ളത്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടിയാണ് വനം മന്ത്രിക്ക് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്.